ഹലോ ഫ്രണ്ട്സ്, രണ്ട് സ്കൂൾ ഫ്രണ്ട്സ് അവധിക്ക് ശേഷം കണ്ടുമുട്ടാണ്. टू स्कूल फ्रेंड्स मीटिंग आफ्टर गैप ऑफ 1 मंथ. दो स्कूली दोस्तों की मुलाकात 1 महीने के बाद. മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ചയാണ്. മഹീന എന്ന് പറഞ്ഞാൽ മാസം. അന്തരാൽ ഗ്യാപ്പ്. അന്തരാൽ കെ ബാദ് ഗ്യാപ്പിന് ശേഷം, ഒരു ഇന്റർവെല്ലിന് ശേഷം 1-2 മാസം സ്കൂൾ പൂട്ടിയിട്ട് കഴിഞ്ഞ് വരില്ലേ. ദോ സ്കൂളി ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് സ്കൂൾ ഫ്രണ്ട്സ്. പ്രദീപ് ഹായ് അർണവ്, എല്ലാവരും എത്തിയോ? പ്രദീപ് ഹായ് അർണവ്, സബ് ലോഗ് പहुंच गया क्या? സബ് ലോഗ് എല്ലാവരും. पहुंच गया क्या എത്തിയോ? അർണവ് ഹായ് പ്രദീപ്, മറ്റുള്ളവരൊക്കെ എവിടെ? ഹായ് പ്രദീപ്, ബാക്കി ലോഗ് കഹാ ഹെ? ബാക്കി ലോഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ. മറ്റുള്ളവരൊക്കെ എവിടെ? അപ്പം ലീവിന് വന്നാൽ നമ്മൾ ചോദിക്കില്ല ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ. ഒരാൾ വന്നു മറ്റേ ആളിവിടെ, അങ്ങനെയൊക്കെ ചോദിക്കില്ല. എങ്ങനെയുണ്ടെടാ, ലീവ് എങ്ങനെയുണ്ടായിരുന്നു? നമസ്തേ, തുമാര ചുട്ടി കൈസ രഹ? തുമാര ചുട്ടി കൈസ രഹ എന്ന് പറഞ്ഞാൽ നിന്റെ ലീവ് എങ്ങനെ ഉണ്ടായിരുന്നു? തുമാര നിന്റെ, ചുട്ടി അവധി, കൈസ രഹ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടെടാ. നമസ്തേ എന്ന് വെച്ചാൽ ഹലോ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നതിന് പകരമാണ് നമസ്തേ എന്ന് പറയുന്നത്. തുമാര ചുട്ടി കൈസ രഹ, നിന്റെ ലീവ് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. ക്യാ ഘർ പർ സബ് ലോഗ് ठीक है? ക്യാ ഘർ പർ സബ് ലോഗ് ठीक है? വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നു. ഘർ പർ സബ് ലോഗ് ठीक है എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. ക്യാ ഘർ പർ സബ് ലോഗ് ठीक है? വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ? അതൊരു ക്വസ്റ്റ്യൻ ആക്കാണ്. ലീവ് അടിപൊളിയായിരുന്നു, നീ അങ്ങ് തടി വെച്ചല്ലോ. ചുട്ടി അച്ചി തീ തും മോട്ടാ ഹോ ഗയാ. ചുട്ടി അച്ചി തീ, ലീവ് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, അതിനൊക്കെ അച്ചീത്തി എന്ന് പറയാം. തും മോട്ടാ ഹോ ഗയാ ഹെ, നിനക്ക് തടി വെച്ചു, നീ തടി വെച്ചു. തും മോട്ടാ ഹോ ഗയാ ഹെ, നീ തടി വെച്ചിട്ടുണ്ട്. ചുട്ടി അച്ചീത്തി. നീ എപ്പം എത്തി, എങ്ങനെയാ വന്നത്? തും കബ് പോഞ്ച കൈസയായ? എത്തി എന്നുള്ളതിനെ ചോദിക്കുന്നതാണ് പഹുഞ്ച. തും കബ് പോഞ്ച, നീ എപ്പം എത്തി. എങ്ങനെയാ വന്നത്? കൈസേ ആകിയ. കൈസേ ആകിയ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ഘർമേ സബ് കൈസേ ഹെ? കൈസേ എന്ന് വെച്ചാൽ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുന്നതിനും നമുക്ക് ചോദിക്കാം. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? വീട്ടിലെല്ലാവരും എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? പല വിധത്തിൽ ചോദിക്കുമല്ലോ. അപ്പോൾ ഘർപേ സബ് കൈസേ ഹെ, വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ഇത് തന്നെ ഘർപേ സബ് ടീക്ക് ഹെ ന, അങ്ങനെയും ചോദിക്കട്ടോ. ഘർപേ സബ് ടീക്ക് ഹെ ന? അർണവ് നീയും വല്ലാതെ തടി വെച്ചല്ലോ. തുമ്പി ബഹുത് മോട്ടാ ഹോ ഗയാ ഹെ. അപ്പോൾ ഒരാൾ എന്തായാലും ലീവിന് പോകുമ്പോൾ അധികം കുട്ടികളും തടി വെച്ചിട്ടാണ് വരിക. തുമ്പി ബഹുത് മോട്ടാ ഹോ ഗയാ ഹെ, അർണവ് പറയുന്നതാണ് പ്രദീപിനോട്. തുമ്പി നീയും വണ്ണം വെച്ചല്ലോ, കാരണം മറ്റവനോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചോ? ബഹൻ കി ഷാദി പക്കി ഹോ ഗയി ഹെ ക്യാ? ബഹൻ കി ഷാദി, ബഹൻ എന്ന് പറഞ്ഞാൽ പെങ്ങൾ, ഷാദി കല്യാണം, പക്കി എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്നതിനാ പറയാം. പക്ക പക്കി എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പിക്കുക. ഹോ ഗയി ഹെ ക്യാ, ഉറപ്പിച്ചോ? അച്ഛൻ്റെ അസുഖമൊക്കെ എങ്ങനെ? പിതാജി കി ബീമാരി കൈസി ഹെ? പിതാജി കി ബീമാരി കൈസി ഹെ? അച്ഛൻ്റെ അസുഖമൊക്കെ എങ്ങനെ? ബീമാരി എന്ന് പറഞ്ഞാൽ അസുഖം, കൈസി ഹെ എങ്ങനെ. അച്ഛൻ്റെ അസുഖം എങ്ങനെയെന്ന് ചോദിച്ചാൽ പിതാജി കി ബീമാരി കൈസി ഹെ. ഹിന്ദിയിൽ പുല്ലിംഗം സ്ത്രീലിംഗം അല്ലാതൊരു നപുംസക ലിംഗം എന്ന് പറഞ്ഞിട്ട് ഒന്നില്ല കേട്ടോ. അപ്പം വ്യാകരണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ളവരൊക്കെ എത്തിയോ? ക്യാ ബാക്കി ലോഗ് ആ ഗേ ഹെ? ക്യാ ബാക്കി ലോഗ് ആ ഗേ ഹെ? ബാക്കി ലോഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ, നമ്മൾ രണ്ടും അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ. ആകെ ഹെ, അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്ന. അവരൊക്കെ വന്നിട്ടുണ്ടോ? അവരൊക്കെ എത്തിയിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സംസാര ഭാഷയിൽ ഗ്രാമറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നിങ്ങൾ സിറ്റുവേഷനിൽ പിടിച്ചു നിർത്താനുള്ള ഹിന്ദി പഠിച്ചാൽ മതി. മംഗലാപുരത്ത് നല്ല ചൂടായിരിക്കും അല്ലേ? മാംഗ്ലൂർ മേ ബഹുത് ഗർമി ഹേ ന? മാംഗ്ലൂർ മേ ബഹുത് ഗർമി ഹേ ന? മാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ മംഗലാപുരം, ബഹുത്ത് ധാരാളം, അധികം, ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്. ഊട്ടിയിൽ ഇപ്പോൾ നല്ല സുഖകരമായ കാലാവസ്ഥയാണ്. ഊട്ടിയിൽ മൗസം കാലാവസ്ഥ, അഭി ഇപ്പോൾ, ബഹുത്ത് സുഹാവന ഹെ വളരെ സുഖകരമാണ്. സുഹാവന എന്ന് പറഞ്ഞാൽ സുഖകരം.
ഊട്ടി മേ മൗസം അഭി ബഹുത് സുഹാവന ഹെ. ഊട്ടിയിൽ ഇപ്പോൾ കാലാവസ്ഥ വളരെ സുഖകരമാണ്. എൻ്റെ ചേട്ടൻ നാട്ടിൽ ലീവിലുണ്ട്. മേരാ ഭായി ഗാവ് മേ ചുട്ടി പർ ഹെ. മേരാ ഭായി ഗാവ് മേ ചുട്ടി പർ ഹെ. എൻ്റെ ചേട്ടൻ ഗാവ് മേ നാട്ടിൽ ചുട്ടി പർ ഹെ ലീവിലുണ്ട്. അവിടെ സുഖകരമായ കാലാവസ്ഥയാണ്. ഉദർ മൗസം സുഹാവന ഹെ. അവിടെ സുഖകരമായ കാലാവസ്ഥയാണ്. ഉദർ മൗസം സുഹാവന ഹെ. സുഹാവന എന്ന് പറഞ്ഞാൽ സുഖകരം. അവിടെ കാലാവസ്ഥ സുഖകരമാണ്. ഉദർ മൗസം സുഹാവന ഹെ. ഒരു വിട്ട് എല്ലാവരും സംസാരിച്ച് പഠിക്കുക. ഓക്കെ, സംസാരിച്ച് തന്നെ പഠിക്കുക. നാളത്തെ ടൈം ടേബിൾ എത്തിയല്ലോ. കൽക്കി ടൈം ടേബിൾ നീ ആയാ ഹേന. എത്തിയില്ലല്ലോ. ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് നീ ആയാന. എത്തിയല്ലോ എന്ന് വെച്ചാൽ ആയാ ഹേന. ടൈം ടേബിൾ എത്തിയല്ലോ എന്ന് ചോദിക്കണമെങ്കിൽ ടൈം ടേബിൾ ആയാ ഹേന. എത്തിയില്ലല്ലോ, ടൈം ടേബിൾ നീ ആയാന. വേണുവിൻ്റെ കാര്യം അറിഞ്ഞോ? വേണുക്കെ ബാരമേ പതാച്ചല. വേണുക്കെ ബാരമേ പതാച്ചല. അവനെന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടല്ലോ ഒരാളുടെ പ്രത്യേകം പേരെടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം എന്തോന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. വേണുക്കെ ബാരമേ പതാച്ചല. വേണുവിൻ്റെ കാര്യം അറിഞ്ഞോ? വേണുവിനെ പറ്റി അറിഞ്ഞോ? നിനക്ക് എന്തെങ്കിലും ന്യൂസ് കിട്ടിയോ? ഇല്ല, എന്തു പറ്റി? നെഹി ക്യാ ഹുവാ. അപ്പം പെട്ടെന്ന് തന്നെ ചോദിക്കുന്നില്ല ക്യാ ഹുവാ, എന്ത് പറ്റി? അപ്പം അങ്ങനെ എടുത്ത് ചോദിക്കുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നെഹി ക്യാ ഹുവാ, ഇല്ല, എന്തു പറ്റി? അവൻ്റെ ബാഗും സാധനങ്ങളുമെല്ലാം യാത്രയിൽ കളവുപോയി. ഉസ്ക ബാഗ് ഔർ സാരാ സാമാൻ യാത്രാമേ ചോരി ഹോഗി. ഉസ്ക ബാഗ് ഔർ സാരാ സാമാൻ. അവൻ്റെ ബാഗും മറ്റു എല്ലാ സാധനങ്ങളും യാത്രാമേ ചോരി ഹോഗി. യാത്രയിൽ നഷ്ടപ്പെട്ടു. ചോരി ഹോഗി എന്ന് പറഞ്ഞാൽ കളവ് പോയി. യാത്രാമേ യാത്രയിൽ, ചോരി ഹോഗി കളവ് പോയി. യാത്രയിൽ കളവ് പോയി. എന്തൊക്കെ? അവൻ്റെ ബാഗും എല്ലാ സാധനങ്ങളും. അത് വളരെ കഷ്ടം. ബഹുത് ബുരാ ഹുവാ. ബഹുത് ബുരാ ഹുവാ. അത് വളരെ കഷ്ടം. ഇപ്പം സ്പോക്കൺ ഹിന്ദിയുടെ കൂടെ ഇതിൻ്റെ ഗ്രാമറും കൂടി പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ഗ്രാമർ പഠിക്കേണ്ടവർ മറ്റ് ചാനലുകൾ ഫോളോ ചെയ്യണം കൂട്ടത്തിൽ. എൻ്റെ ഉദ്ദേശം സ്പോക്കൺ ഹിന്ദി മാത്രമാണ്. സാരമില്ല, അത്രയല്ലേ പറ്റിയുള്ളൂ. കോയി ബാത് നഹീ ഉത്തനാ ഹീ ഹുവാന. അത്രയല്ലേ പറ്റിയുള്ളൂ. ഉത്തനാ ഹീ ഹുവാന. അത്രയല്ലേ പറ്റിയുള്ളൂ. അതൊക്കെ ഒരു സ്ലാങ്ങിൽ പറയുന്നത്. കോയി ബാത്തിന് സാരമില്ല, കോയി ബാത്തിന് സാരമില്ല, അത്രയല്ലേ പറ്റിയുള്ളൂ. ഉത്തനാ ഹീ ഹുവാന. ഇതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ സംസാരിച്ച് പഠിക്കുക. വീട്ടിലുള്ളവരോട് ഇത് തന്നെ സംസാരിക്കുക. ഈ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസുകൾ മാത്രം ഉപയോഗിച്ച് സംസാരിച്ച് പഠിക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. ശരി, എന്നാൽ ക്ലാസ്സിൽ കാണാം. ठीक है, फिर हम क्लास में मिलते हैं. ठीक है, फिर हम क्लास में मिलते हैं. ठीक है എന്ന് പറഞ്ഞാൽ ശരി. फिर हम എങ്കിൽ നമുക്ക് ക്ലാസ്സിൽ കാണാം. ക്ലാസ് में मिलते हैं, ക്ലാസ്സിൽ കാണാം. ക്ലാസ് में मिलते हैं, ക്ലാസ്സിൽ കാണാം. സംസാരിച്ച് നിന്ന് സമയം കളയേണ്ട. ഇനി ബാക്കി നാളത്തേക്കുള്ള പണികളൊക്കെ ഉണ്ടാവുമല്ലോ. നാളത്തേക്ക് ഡ്രസ്സെല്ലാം റെഡിയാക്കണം. കൽക്കിലെ കപ്പട സബ് തയ്യാർ കർണ ഹെ. നാളത്തേക്ക് കൽക്കേലിയെ വേണ്ടി ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് കേലിയെ. നാളത്തേക്ക് വേണ്ടി. ഡ്രസ്സെല്ലാം കപ്പട സബ് റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ തയ്യാർ കർണ ഹെ. കൽക്കിലെ കപ്പട സബ് തയ്യാർ കർണ ഹെ. നാളത്തേക്ക് ഡ്രസ്സെല്ലാം റെഡിയാക്കണം. നാളെ സർപ്രൈസ് ടെസ്റ്റ് ഒന്നും വെക്കില്ലായിരിക്കുമല്ലേ. ഷായദ് കൽ സർപ്രൈസ് ടെസ്റ്റ് നെഹി ഹോങ്കെ ഹെന. ഷായദ് ഒരു പക്ഷേ. ആശ്ചര്യം എന്ന് പറഞ്ഞാൽ സർപ്രൈസ്. ടെസ്റ്റ് നെഹി ഹോങ്കെ. നാളെ സർപ്രൈസ് ടെസ്റ്റ് ഒന്നും വെക്കുന്നുണ്ടാവില്ലല്ലേ. നമ്മൾ സ്കൂളിൽ വിട്ട് വന്നാൽ ആദ്യത്തെ ടെൻഷനാണല്ലോ, നാളെ ടെസ്റ്റ് ഉണ്ടാവുമെന്ന്. ഷായദ് കൽ സർപ്രൈസ് ടെസ്റ്റ് നെഹി ഹോങ്കെ ഹെന. നാളെ സർപ്രൈസ് ടെസ്റ്റ് ഒന്നും വെക്കുന്നുണ്ടാവില്ലല്ലേ. മാത്സ് ടെസ്റ്റ് എന്തായാലും കാണും. ഗണിത് പരീക്ഷ ജരൂർ ഹോങ്കി. അപ്പം സ്കൂളിൻ്റെ വില്ലനാണല്ലോ എപ്പോഴും മാത്സ്. പോകുമ്പം ടെസ്റ്റ്, വരുമ്പോൾ ടെസ്റ്റ്. ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ്, മിക്കവാറുടെയും ബ്രെയിനിൽ കയറിപ്പറ്റാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് മാത്സ്. നിങ്ങൾക്കൊക്കെ അറിയാം. ഗണിത് പരീക്ഷ ജരൂർ ഹോങ്കി. മാത്സ് ടെസ്റ്റ് എന്തായാലും കാണും. നീ പേടിപ്പിക്കാതെ. അപ്പം മറ്റേ പറയാം തുണ്ടറാവും മത്.
നീ പേടിപ്പിക്കാതെ തും ഡരാവോ മത്, നീ എന്നെ പേടിപ്പിക്കണ്ട എന്നും പറഞ്ഞിട്ട് അതൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള മട്ടിൽ. നീ പേടിപ്പിക്കാതെ തും ഡരാവോ മത്. മാത്സ് ടെസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടി. റൂമിൽ പോയി ബുക്കൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ. കമരെ മേ ജാക്കർ കിതാബ് സബ് ഏക് ബാർ खोल कर देखने दो. കമരെ മേ ജാക്കർ റൂമിൽ പോയി, കിതാബ് സബ് ബുക്ക് ഒക്കെ, ഏക് ബാർ ഒരു പ്രാവശ്യം, കോൽക്കർ देखने दो തുറന്നു നോക്കട്ടെ. കമരെ മേ ജാക്കർ കിതാബ് സബ് ഏക് ബാർ കോൽക്കർ देखने दो റൂമിൽ പോയി ബുക്കൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ. അപ്പം നാളെ പരീക്ഷയല്ലേ, ഉണ്ടാവുമല്ലോ. അവർ പഠിക്കട്ടെ, നമുക്ക് ബ്രേക്ക് എടുക്കാം. ഉള്ളോ പഠിനെ ദോ, ഹം ഏക്ക് ബ്രേക്ക് ലേ ലേത്തെ ഹെ, നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.